നമസ്കാരം. പ്രധാന വാർത്തകൾ. ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് പോലീസ്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ലൈംഗിക അധിക്ഷേപ പരാതിയിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണിത്. ഇത് പ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നതും പരിശോധിച്ചു വരികയാണ് സെൻട്രൽ പോലീസ്. നിലവിൽ ഭാരതീയ ന്യായസംഹിത 75, IT ആക്ട് 67 എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങളും പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ്. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ ഹാജരാക്കും. യൂട്യൂബ് ചാനലുകളിലടക്കം ബോബി ചെമ്മണ്ണൂരിന്റെ വീഡിയോകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. NM വിജയന്റെ മരണത്തിൽ കുരുക്ക് മുറുകുന്നു. ND അപ്പച്ചനെതിരെയും IC ബാലകൃഷ്ണനെതിരെയും കേസെടുക്കാൻ ED. DCC ട്രഷറർ NM വിജയന്റെ മരണത്തിന് പിന്നാലെ ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെയും DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെയും ED അന്വേഷണം. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകൾ ED പരിശോധിക്കും. ഉടൻ കേസെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. EDയുടെ കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുക. MLA-യുടെ സാമ്പത്തിക ഇടപാടുകൾ, നിയമനത്തിന് കോഴയായി വാങ്ങിയ പണത്തിന്റെ വിനിമയം ഉൾപ്പെടെയാകും അന്വേഷണത്തിന്റെ പരിധിയിൽ വരിക. സാമ്പത്തിക ക്രമക്കേടുകളിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് EDയുടെ നീക്കം. ഗുണ്ടയെ യുവാവ് കുത്തിക്കൊന്നു. ഭാര്യയുമായി അവിഹിത ബന്ധമെന്ന് സംശയം. സാജൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. നെടുമ്പാറ സ്വദേശി ജിതിനാണ് കൊലപാതകത്തിന് പിന്നിൽ. ഇയാൾ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. തന്റെ ഭാര്യയുമായി സാജന് അവിഹിത ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിലേക്ക് നയിച്ചതെന്നാണ് ജിതിൻ പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സാജന്റെ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തി. സാജൻ മരിച്ചതോടെ ജിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തർക്കത്തിന്റെ ഭാഗമായി അയൽവാസി കൂടിയായ മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പീഡനം. പിതാവിന്റെ സുഹൃത്തുക്കളും പീഡിപ്പിച്ചു. 10 പേർ കൂടി കസ്റ്റഡിയിൽ. കായിക താരമായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 10 പേർ കൂടി കസ്റ്റഡിയിൽ. ഇന്നലെ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ പേർ പിടിയിലായത്. 18 വയസ്സിന് താഴെയുള്ളവരും പ്രതിപട്ടികയിലുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പത്തനംതിട്ട ജില്ലയിലെ 6 സ്റ്റേഷനുകളിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതായാണ് വിവരം. ജില്ലയ്ക്ക് പുറത്തും പ്രതികളുണ്ടെന്ന് പോലീസ് പറയുന്നു. പീഡിപ്പിച്ചവരുടെ പേരുവിവരങ്ങൾ പെൺകുട്ടി ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. 62 പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും 13 വയസ്സ് മുതൽ ചൂഷണത്തിന് ഇരയായതായും പെൺകുട്ടി പോലീസിൽ മൊഴി നൽകി. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരും പോലീസുകാരും തമ്മിൽ സംഘർഷം. ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തുന്ന വിമത വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ പോലീസ് ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധിക്കുന്ന 21 വൈദികരിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഇവരെ അടക്കം എല്ലാവരോടും പുറത്തുപോകാൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ചു. ബസലിക്ക പള്ളിക്ക് മുന്നിലാണ് സംഭവമുണ്ടായത്. രാത്രി സമാധാനമായി കിടന്നുറങ്ങിയ വൈദികരെ വലിച്ചിഴച്ച് കൊണ്ടുവന്നുവെന്നാണ് വൈദികരുടെ ആരോപണം. ഉറങ്ങിയ വൈദികരെ കുത്തിയെഴുന്നേൽപ്പിച്ച വസ്ത്രം പോലും മാറാൻ അനുവദിക്കാതെ കൊണ്ടുവന്നതായും വസ്ത്രം മാറാൻ ശ്രമിച്ചവരുടെ വീഡിയോ എടുത്തതുമായാണ് വൈദികർ ആരോപിക്കുന്നത്. പ്രായമായ വൈദികർക്കടക്കം മർദ്ദനമേറ്റു. ബിഷപ്പ് ഹൌസിന്റെ ഗേറ്റടക്കം തല്ലിപ്പൊളിച്ചാണ് വൈദികരെ ഗേറ്റിന് സമീപത്ത് എത്തിച്ചതെന്നാണ് വൈദികർ പോലീസിനെതിരെ ഉയർത്തുന്ന ആരോപണം. എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പോലീസുകാർ തയ്യാറായില്ലെന്നും വൈദികർ ആരോപിക്കുന്നു.